ഗൈസ് വണക്കം 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 ഗൈസ്. ഹലോ, അശ്വിൻ ഹിയർ. സോ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. കണ്ടില്ലോ, കൂലി കൂലി കീറി ഇന്നത്തെ ഡേ ഗൈസ്. അങ്ങനെ നമ്മളിതാ പടം കണ്ടിട്ട് നമ്മൾ രാവിലെ 6 മണിക്കായിരുന്നു നമ്മളെ ഷോ ഉണ്ടായത്. ഞാൻ, സൗരവ്, നവനീത്, അഖില്, എബ്രഹാട്ടൻ, അങ്ങനെ നമ്മൾ കുറച്ച് പേര്. നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു 12 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ടിക്കറ്റും ഹൗസ്ഫുൾ. നമ്മൾ ജയും അയ്യും കൂടിയാണ് നമ്മൾ റോ വന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് വെരി ബാഡ് ഡേ. കാരണം എന്താ വെച്ചാൽ ഞാൻ കൂലിക്ക് പോയ സമയം എന്താ വെച്ചാൽ 6 മണിക്കാണ്. അതിൻ്റെ മുന്നേ നവനീത് ഹി ഹസ് ഡൺ ഹിസ് ജോബ് നൈസ്ലി. അവൻ വിളിച്ചു പറഞ്ഞു 5 മണി ചേട്ടാ 5 മണിയായിട്ടുണ്ട്, എണീക്ക് 6 മണിക്ക് ചെട്ടൻകൊട്ട് തിയേറ്റർ ഓക്കെ അറിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് ഞാൻ പിന്നെ എണീക്കുന്നത് 6 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പം അനന്ത് വിളിക്കുന്നു, ചേട്ടാ വന്നോ. ആ 5 മിനിറ്റിൽ നമ്മളെ മറ്റേ പടത്തിൽ പപ്പു പറയുന്ന കാര്യമാണ്, കോഴിക്കോട് ടു ഇവിടെ 5 മിനിറ്റ് എടുത്തെന്ന് പറയുന്നില്ലേ, ആ സീനാണെങ്കിൽ ഇറങ്ങി ഓടിഞ്ഞ് പാഞ്ഞ് അവിടെ എത്തിപ്പോൾ ഓൾമോസ്റ്റ് പടം തുടങ്ങി കഴിഞ്ഞ് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. മറ്റേ സൗബിൻ്റെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. രജനീകാന്തിനൊക്കെ എന്താ പറയുക, അധികം വലിയ ഏജ് ആയി. പക്ഷേ എന്നാലും സ്റ്റോറി ലൈനും കാര്യങ്ങളും അപ്പാപാസം, അമ്മാപാസം, നൻപൻ പാസം അങ്ങനത്തെ. പക്ഷെ ഇതല്ല ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും പറയാനുള്ളത്, ഞങ്ങളുടെ പടത്തിന് കയറിയത് ഒന്നാമത് മെയിൻ ഫാക്ടറീസ് ലോകേഷ് കനകരാജ്. കാരണം ലോകേഷ് കനകരാജിൻ്റെ എല്ലാ പടം എടുത്താലും നമുക്കറിയാം, കൈദി, ഫാൻ നാങ്ക, ലിയോ, മാസ്റ്റേഴ്സ്, ആ റോളക്സിൽ ആ സൂര്യൻ്റെ ആ 15 മിനിറ്റിൽ ആ പോഷൻ വെട്ടിക്കുക ഇതുവരെ ആരും വന്നിട്ടില്ല. അങ്ങനൊക്കെ എടുത്ത ഒരാള് കൂലി, വൈ യു ഡു ദിസ്. അനിരുദ്ധിൻ്റെ പണി കറക്റ്റ് വൃത്തിരി ചെയ്തിട്ടുണ്ട്. നല്ല സ്കോർ ബോർഡ് പോകുമ്പോൾ നല്ലോണം സാധനങ്ങൾ കയറ്റി കൊടുത്തു. പക്ഷെ പെട്ടെന്ന് സീൻ മാറുമ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് പെട്ടെന്ന് സീൻ വരില്ല. ആ സീൻ മാറി പെട്ടെന്ന് ചേഞ്ച് ആകുമ്പം മ്യൂസിക്കും കാര്യങ്ങളും ഫുള്ള് ഡൗൺ ആയിട്ട്. ഉപേന്ദ്ര അടിപൊളിയായി ചെയ്തു. സൗബിൻ വാസ് ഗുഡ്. സൗബിൻ്റെ കൊടുത്ത ക്യാരക്ടർ നല്ല അടിപൊളി. പിന്നെ കുറേ മാച്ചിങ് കാസ്റ്റിംഗ് അതെനിക്ക് തോന്നി. കാരണം ഒന്നും എവിടെയും ശരിയാവുന്നില്ല. അമീർ ഖാൻ ഇസ് എ ലെജൻഡറി ആക്ടറിയാണ്. ലെജൻഡറി. മൂപ്പരുടെ എത്ര പടം ഹിറ്റിൻ്റെ അല്ലേ, നമ്മൾ എത്ര പടം കണ്ടിട്ടുണ്ട്. ആ മൂപ്പരാളെ ആ സീനിൽ ഞാൻ കണ്ടപ്പോൾ വൈ വി ഹാവ് റോളക്സ്. നമ്മൾ ഓൾറെഡി റോളക്സ് ഉണ്ട്, ഞങ്ങൾക്ക് വേറെ റോളക്സിന് ആവശ്യമില്ല. ലോകേഷ് ഫുള്ള് പടം ഞാൻ അതിൻ്റെ ടിക്കറ്റ് ഞാൻ കീറി ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. ടിക്കറ്റ് നമ്പർ. കാരണം വെരി ഡിസപ്പോയിൻറ്റിങ് പറഞ്ഞാൽ വെരി ഡിസപ്പോയിൻറ്റ്. ഇന്നത്തെ ഡേ തന്നെ മോശം. ഞാൻ ആക്ച്വലി ഞാൻ ഓഫ് എടുത്ത ഒരാളാണ്. ഒന്ന് പോവാ, ഒന്ന് പടം കാണാൻ, എൻജോയ്മെൻ്റ് ആവാം എന്നൊക്കെ വിചാരിച്ച ആൾ ഞാൻ നേരെ ഓഫ് മാറ്റി. ഞാൻ 16 17 മതി എനിക്ക് ഓഫ്. ഇരിക്കുന്ന ഓഫ് വേണ്ട. അറ്റ്ലീസ്റ്റ് എനിക്ക് അവിടെ പോയ നമ്മൾ ചെക്കന്മാരെ കണ്ടാൽ നമുക്ക് സമാധാനം കിട്ടും. പക്ഷേ ഇതാണ്. അപ്പോൾ ദിസ് ഈസ് ദ കൂലി റിവ്യൂ. സോ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ആവറേജ്. ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന പടം ഇതില്ല. പക്ഷെ ഇന്നാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഹൈപ്പിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ഉദ്ദേശിച്ച സാധനം പോയി കിട്ടാത്തതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ആവറേജ്. നമുക്കൊരു 10ൽ ഒരു 9.5 അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ഇനി നമുക്കെന്ന് വെച്ചാൽ ലോകേഷ് അടുത്ത പടത്തിൻ്റെ ആ കട്ട വെയിറ്റിങ്ങിലാണ്. ഇതെന്തായാലും പോയി. ഓക്കെ, ഇതെന്തായാലും പോയിക്കുന്നു. സോ ആ ഒരു ഡേ ആയിരുന്നു ആക്ച്വലി ഇന്ന്. സോ ഇന്ന് ഉച്ചയായി. എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ് ഇന്ന്. അപ്പം ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ കണ്ട പടത്തിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളൊരു വ്ളോഗോ വീഡിയോ ആണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. അപ്പം സോ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.